ഹലോ, ഗുണവർദ്ധനൻ. അയ്യോ, സമരം എന്ന് വെച്ചാ ഭയങ്കര സമരമല്ലായിരുന്നോ? ഭയങ്കര അടി ന്യൂസിൽ കാണിച്ചാ. എന്നെ കണ്ടില്ലയോ? അയ്യോ, പോലീസ് ലാത്തിക്ക് വായിക്കുത്തണം. അതല്ല ഞാൻ, റോഡിൽ കൂടെ ഇങ്ങനെ വലിച്ചടിച്ചില്ലയോ? അതാണ് ഞാൻ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തരേ. ഓക്കെ. അമ്മ, കുറച്ച് ചൂടുവെള്ളം എടുക്കമ്മ, എനിക്കൊന്ന് കുളിക്കണം. അണ്ണാ, സമരം എന്ന് വെച്ചാ ഭയങ്കര സമരം. പോലീസ് അടിച്ച്, പക്ഷെ ഒന്നും ഗുണവർദ്ധന കിട്ടിയില്ല. ഇത് കണ്ട, അതിനുള്ള സെറ്റപ്പ് ആയിട്ടല്ലേ അങ്ങോട്ട് ചെന്നത്. എന്തോരം അടിയായിരുന്നു. നീയായിരുന്നു. ഞാൻ വിചാരിച്ച ഉറുമ്പിന്റെ ഫിഗർ ചെയ്യുന്നതാണ്. അമ്മ, സമരം ഭയങ്കര സമരമായിരുന്നു. അമ്മ കാണുമായിരുന്നു. എന്റെ പോരാട്ട വീര്യം ചോരാതെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ പുറകിൽ നനഞ്ഞിട്ടുണ്ടല്ലോടാ. ആദ്യത്തെ അടിയിൽ ചെറുതായിട്ടൊന്നും ചോർന്നു. ചോർന്നില്ലെങ്കിൽ അത്ഭുതം. അല്ല, ഇന്ന് ഏതായിരുന്നു പാർട്ടി? ONB. അയ്യോ, അതൊരു കവിയല്ലേ? എങ്കിൽ OMB. അവനവന്റെ പാർട്ടി പോലും നിനക്കറിഞ്ഞൂടാ. എടാ നിന്നോട് വെളിയിൽ ഇറങ്ങണ്ട. തന്തി വെച്ച് തടുക്കുന്നോടാ. അവിടെ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞ് കൈ ഒടിയണോ? നിന്നോട് ഞാൻ ഈ വെള്ളയും ഊരടാ. എനിക്ക് വെള്ളയും കാണുമ്പോ കോലെന്ന് അങ്ങോട്ട് വലിഞ്ഞ ഊരടാ. അമ്മയ്ക്ക് എന്തുവാണ് ഈ വെള്ളയും കാണുമ്പോ ഇത്ര വിഷയം? അയ്യോ, നിനക്ക് അറിഞ്ഞൂടെ? അയ്യോ, ഈ വെള്ളയും നരാധമം കാരണം എന്റെ ജീവിതം ഇതുപോലെ കുട്ടിച്ചോറായി പോയത്. അതാരാണ്? നിന്റെ അച്ഛൻ. അച്ഛാ, പറയണ കേട്ടോ അച്ഛാ, ഞാൻ ഇവിടെ കിടന്ന് നരയിക്കുന്നു. അച്ഛൻ എന്നെ വിട്ടങ്ങ് പോയില്ലേ? അയ്യോ, ഓവറാക്ടിങ് പറയാനടത്തൊന്നും അച്ഛൻ ചത്ത് മോളിലോട്ട് പോയതാണ്. എടാ, മൂന്നാറിന് തേയില വെക്കാൻ വന്ന പെണ്ണിന്റെ കൂടെ എന്റെ കട്ടൻ ചായ കൊള്ളൂല, അവന്റെ കട്ടൻ ചായ സൂപ്പർ ആയിക്കുന്ന ഒളിച്ചോടി പോയതല്ലടാ കാമദേവൻ. അയാൾ പോയെടുത്ത് അയാൾ കത്തി പിടിക്കത്തില്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെടണ പിടിക്കണില്ലല്ലേ? പിടിക്കില്ലടാ. അച്ഛാ, അവിടെ തണുപ്പത്ത് കട്ടനൊക്കെ കുടിച്ച് സൂയിക്കാനല്ലേ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുക. തേയിലയും കൊണ്ട് വേണ്ട, ഒരു മൂക്കിപ്പൊടി വെക്കുന്ന പെണ്ണ് വന്നാലും ഞാൻ രക്ഷപ്പെട്ടു പോയാന്. എന്ത് കാര്യം? നിന്റെ ഈ ഉടായ്പ സ്വഭാവം നിർത്താണ്ട് നീ ഒരു കാലത്ത് രക്ഷപ്പെടില്ല. അണ്ണാ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും അണ്ണാ? ഈ കുടുംബത്തിൽ ജനിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. അയ്യാ, ഇപ്പൊ കുടുംബത്തിനെ പറഞ്ഞാൽ മതിയല്ലോ. എടാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിൽ ഒരു തറയിലാണ്. ഭഗവാൻ കാരാഗ്രഹത്തിലാണ് ജനിച്ചെങ്കിലും കാണാൻ വന്ന ആരൊക്കെയാ? ദേവന്മാരും ദേവിമാരും. ഞാൻ ജനിച്ചപ്പോ കാണാൻ വന്ന ആരാന്നറിയുമോ? മാട്ടറമ്മടിക്കുന്ന അമ്മയുടെ കുറെ ആങ്ങളന്മാര്. ഇവര് വന്നിട്ട് പോയതിനു ശേഷം 1.5 മാസം ഞാൻ കരഞ്ഞത് എങ്ങനെയാണെന്നറിയുമോ? അമ്മാന്നല്ല, റമ്മാന്ന്. ഇവൻ ഈ അമ്മാമനെ കുറ്റം നിർത്തിക്കോട്ടെ. നിന്നോട് ഞാൻ രഘുവിന്റെ ഗൾഫിൽ പോവാൻ. ഓ, രഘുമാമന്റെ കൂടെ ഗൾഫിൽ പോയാലും മതി. ഈ രഘുമാമൻ ഗൾഫിൽ ചെന്നപ്പോ പെട്ടെന്ന് പൈസക്കാരനാവാൻ വേണ്ടി അറബിയുടെ കയ്യിൽ നിന്ന് ഒരു പെട്ടി പൈസ മോട്ടിച്ച് നേരെ മരുഭൂമി പോയി തുറന്നു നോക്കിയപ്പോ ഒന്നിലും ഗാന്ധിജിയുടെ പടമില്ല. കള്ളനോട്ടം എന്ന് പറഞ്ഞ ഒട്ടത്തിന് തിന്നാൻ കൊടുത്തു. അവന്റെ കൂടെ പോയാൽ ഞാൻ രക്ഷപ്പെടുവോ? എവിടെ കേക്കാം? എടി അയൽവാസി നുണച്ചി, എവിടെ കേക്കാം? ഈ പരിസരത്ത് ആകപ്പാടെ ഈ 2 വീടേ ഉള്ളൂ. ചുമ്മാ നമ്മുടെ കണ്ടന്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുവാ. അല്ല, നമ്മളെ അമ്മയും മോനും പല വിഷയം ഉണ്ടാവും. നീ ആരാണ്? നിങ്ങളുടെ മോനെ കഴിഞ്ഞ മാസം എന്നോട് ചെയ്തെന്നറിയോ? അതല്ല, 20,000 രൂപ എന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചിരിക്കാം. 2 ദിവസം കൂടെ ശരിയാക്കി തന്നെ പറയാൻ പോയത്. ഈ പാർട്ടിക്കാരെന്ന് വെച്ചാൽ ജംഗ്ഷനിൽ ഇരിക്കുന്ന കാണിക്കുവഞ്ചി പോലെയാ. പലരും വരും, അവർ ആവശ്യത്തിന് പൈസ ഇടും. എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കരുത്, അങ്ങോട്ട് തന്നെ ചോദിച്ചോ. കാണിക്കുവഞ്ചി നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? എന്തിനാണ്? ആധാറിലെ 15 വയസ്സ് കുറയ്ക്കാൻ വേണ്ടി. 15 വയസ്സ് കുറച്ച്. അയ്യോ, 15 വയസ്സ് കുറച്ചിട്ട് ബേബി ശാലിനി എവിടെ പോണ്? 2 ദിവസം കൂടി ശരിയാക്കിക്കൊള്ളു. ശരി, ഇങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി, ഇന്ന് കേന്ദ്രമന്ത്രി ഹൈവേ കൂടെ പോകുന്നുണ്ട്. കേന്ദ്രമന്ത്രി അവളെ വയസ്സും തമ്മിൽ എന്താണ് ബന്ധം? ഒരു കള്ളം പറഞ്ഞ് പിടിച്ച കേട്ടോ, ചുമ്മാ. അപ്പൊ കേന്ദ്രമന്ത്രി ഇപ്പൊ പോകുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലോട്ട് വിടാം. എന്തിനാടാ? എന്തിനും. അല്ല, വയസ്സ് കുറക്കണ്ടേ? ചുമ്മാ അമ്മ സമ്മതിക്കൂലെന്നേ. ഞാനും സമ്മതിക്കൂല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, കേന്ദ്രമന്ത്രി ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുമ്പോ ഭയങ്കര ചൂടൊക്കെ അല്ലേ, ഒരു കരി കടത്തി കൊടുക്കണം. മോനൊരു തൈത്തങ്ങ് പോലും വീട്ടിലില്ല. കളഞ്ഞില്ലേ? ഒരു കരിക്കില്ലാത്തോണ്ട് മന്ത്രിയാണ് പോണെന്ന്. ഒരു ലോകം ഉടായിപ്പാടി. ആ പോണ മന്ത്രിയുടെ പേരെന്താന്ന് വെച്ചേ? എന്താണ് പേര്? എന്തായാലും കേന്ദ്രമന്ത്രി ഇന്ന് വരുമല്ലോ. അപ്പൊ അങ്ങ് ചോദിച്ചാൽ മതി, എന്റെ പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം എന്തോന്ന് അറിയോ? ജനങ്ങളെ പറ്റിക്കുക. അപ്പൊ ചുമ്മാ അതല്ലെന്ന്, ജനങ്ങളുടെ സംരക്ഷണം. നീ സംരക്ഷിക്കാതൊക്കെയോ? നല്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? പറയൂ. ഇപ്പൊ ഞാനും നീയും കൂടിയും ഒരു വഴി കൂടെ ഇങ്ങനെ വിജനമായ വഴിയാണേ, ഒറ്റയ്ക്ക് നടന്നു പോവാ. അപ്പൊ കുറച്ച് 10-15 ആൾക്കാർ വന്ന് നിന്നെ തല്ലി ചതച്ചൊരു മൂലക്കലിട്ട് ചേച്ചിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ ചത്താലും കുഴപ്പമില്ല, ചേച്ചി ഹാപ്പി ആവുമല്ലോ, എനിക്കത് മതി.
ഞാൻ എന്ത് എന്താന്ന് പറഞ്ഞത്? എടാ, നിന്റെ ഇലക്ഷൻ അല്ലേ വരുന്നത്? നിനക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് ചിന്ത ഉണ്ടാ? എനിക്കൊരു ചിഹ്നം കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് നിന്നെ പറയണ? കുന്തം. തോന്നിയ സമയം. ഈ കുന്തം കാണുമ്പോ മലയാളിക്ക് കുത്താനുള്ള ത്വര കൂടും. അതുകൊണ്ടാണ് കുന്തം ചിഹ്നമാക്കി വെച്ചത്. ഇതാണ് ഫുള്ള് ഉടായിപ്പാടി. ഇവന്റെ പാർട്ടി മൊത്തം ഉടായിപ്പാ. എന്തോ അല്ലെ ഇലക്ഷൻ വരുമല്ലേ ചേച്ചി, എനിക്ക് തന്നെ കുത്തണം. അത് നിന്റെ അമ്മനോട് പറ. കഴിഞ്ഞ ഇലക്ഷന് AC കാറിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്തോ ആദ്യമായിട്ടല്ലേ AC കാർ ചെല്ലുന്നേ. അവിടെ ചെന്നത് സ്റ്റീഫൻ ദേവസ് കീബോർഡ് വായിക്കുന്ന ആ മെഷീൻ എടുത്ത് വെച്ച് അങ്ങനെ അടിച്ച് ഓട്ടാസം. എനിക്ക് ഓട്ടില്ലെങ്കിൽ വേണ്ട. എന്റെ അച്ഛനോട്ടുണ്ട്. അച്ഛനെ കൊണ്ട് കള്ളോട്ട്. കണ്ണ് കാണാത്ത അപ്പൂപ്പ എവിടെ ഓട്ടിടുന്ന അമ്മ പറയുന്നേ? നീ അങ്ങനെ അച്ഛനെ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനിമൽ ചാനലിൽ ഇന്റർവ്യൂ വന്നത് എന്റെ അച്ഛന്റെ. ആനിമൽ ചാനൽ മനുഷ്യനോ? ചേച്ചിക്ക് അറിഞ്ഞൂടെ, നമ്മുടെ അവിടെ ദേശാടന പക്ഷികൾ വന്നിരുന്നു. ഇത് പറക്കാൻ തുടങ്ങിയത് അപ്പൂപ്പ ചാടി അതിന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു പോട്ടെ ഓസ്ട്രേലിയയിൽ നിന്ന്. പിന്നെ ഞാൻ കാണുന്നത് വയലിൽ അപ്പൂപ്പനെ ഈ കിളികളെല്ലാം കൂടി കൊത്തിപ്പറിക്കുന്നു. അയ്യോ, അതിനു വേണ്ടിയല്ല ചേച്ചി. ഈ ദേശാടന പക്ഷി എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷി അങ്ങനെ കൊത്തിപ്പറിക്കണേ എന്തുമാത്രം ക്രിമിനലായിരിക്കും. ഒരു മിനിറ്റ്. ഹലോ. എപ്പോ? അയ്യോ അയ്യോ, ഞങ്ങൾ ഇന്നൊരു അനാഥയായ സ്ത്രീക്ക് കുറച്ച് ധനസഹായം കൊടുക്കുന്നുണ്ട്. അയ്യോ, എന്റെ മക്കൾ അങ്ങനെയൊക്കെ ചെയ്യൂടാ? ചെയ്യും. അയ്യോ, നല്ല കാര്യം. പക്ഷെ ആ സ്ത്രീ ഇന്ന് വരൂലെന്ന്. സാറില്ല, പോട്ടെ, വിട്ടുകള. 2500 രൂപ കിട്ടും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളു. പറമോനെ, എന്താടി? ഇന്നൊന്ന് അനാഥയായിട്ട് വരുവോ? അമ്മയോട് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് എന്താണോ നീ പറഞ്ഞേ? എന്താണോ നീ പറഞ്ഞേ? അമ്മ ഞാൻ വരണോടാ, അനാഥയായിട്ട് ഞാൻ വരണോന്ന്. ഞാൻ വരണോടാ, ഞാൻ വരണോന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ് ഇപ്പൊ മാറ്റി. ഇപ്പോഴാണ് കറക്റ്റ് ഗുണവർദ്ധന്റെ അമ്മയായത്. ഓടി അയൽക്കാരി നുണച്ചി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.